നമസ്കാരം. കാടിന്റെ നിശബ്ദതയെ മറികടന്നെത്തിയ ആ ഒരു നിലവിളി, കൂട്ടം തെറ്റി വന്ന ആനയുടെ കരച്ചിൽ. ആദ്യമൊന്ന് ഭയന്നെങ്കിലും പിന്നീട് കണ്ട കാഴ്ച പ്രകൃതിയെപ്പോലും സന്തോഷത്തിലാഴ്ത്തുന്നതായിരുന്നു. ഒരു പുതുജീവൻ ഇതാ ഭൂമി തൊടാൻ പോകുന്നു. ജാർഖണ്ഡിലെ ഹസാരിബാഗ് ബർഖാന റെയിൽവേ പാതയ്ക്ക് സമീപമായിരുന്നു ഈ അത്യപൂർവ സംഭവം. ഇതോടെ ഇതുവഴി വന്ന ട്രെയിൻ പ്രസവം കഴിയുന്നതുവരെ കാത്തിരുന്നു. 2 മണിക്കൂറിലധികമാണ് ട്രെയിൻ നിർത്തിയിട്ടത്. പ്രസവം കഴിഞ്ഞ് അമ്മയും കുഞ്ഞും കാട്ടിലേക്ക് തിരിച്ചതിന് ശേഷമാണ് യാത്ര തുടർന്നത്. ജൂൺ 25-ന് പുലർച്ചെ 3 മണിക്കായിരുന്നു ആ സംഭവമുണ്ടായത്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് വീഡിയോ ലോകമെമ്പാടും പ്രചരിച്ചത്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. करो 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 होने करो होने करो ने चलो चलो ए फोटो चलो चलो करो चलो आने दो चलो इसको आने दो. ഗുഡ്സ് ട്രെയിന് മാത്രം സഞ്ചരിക്കുന്ന ഒരു ട്രാക്ക് ആയതിനാൽ മറ്റ് ഗതാഗത തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ നാട്ടുകാർ റെയിൽവേ അധികൃതരെ വിവരം അറിയിക്കായിരുന്നു. പിന്നാലെ ഈ വഴി ചരക്ക് ട്രെയിനുകളുടെ ഗതാഗതം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. പ്രസവം കഴിയുന്നതുവരെ ട്രെയിൻ നിർത്തിയിട്ടു. അമ്മ ആനയും കുട്ടിയും സുഖമായിരിക്കുന്നു. ആന ഇടനാഴിയിലൂടെ കാട്ടിലേക്ക് തിരികെ പോയെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസമാണ് രാംഗഡ് ജില്ലയിലെ സരവാഹ ഫോറസ്റ്റ് ഡിവിഷന് സമീപമുള്ള കാർഗി ഗ്രാമത്തിൽ ആനക്കൂട്ടം എത്തുന്നത്. ഗർഭിണിയായ ആന കൂട്ടത്തിൽ നിന്ന് വഴിതെറ്റി പോവുകയായിരുന്നു. പിന്നീട് CIC സെക്ഷനിലെ ഹസാരിബാഗ് ബർഖാന റെയിൽവേ സ്റ്റേഷന് സമീപം തങ്ങി. പ്രസവവേദന എടുത്ത് നിലവിളിച്ചപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. പ്രാദേശിക ഗ്രാമീണരുടെ സഹായവും റെയിൽവേയുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹകരണവും മൂലമാണ് ഇത് സാധ്യമായതെന്ന് DFO നിതീഷ് കുമാർ പറയുന്നു. ആനയ്ക്ക് ആവശ്യമായ എല്ലാ ഐസൊലേഷനും നൽകിയിട്ടുണ്ടെന്ന്, ട്രെയിനുകൾ റൂട്ടിൽ കടക്കാതിരിക്കാൻ റെയിൽവേ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. മനുഷ്യർക്കും വന്യജീവികൾക്കും ഇടയിലെ സൗഹൃദത്തിന്റെ തെളിവാണിതെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് എക്സിൽ കുറിച്ചു. മനുഷ്യമൃഗ സംഘർഷങ്ങളുടെ വാർത്തകൾക്കപ്പുറം മനുഷ്യമൃഗ ഐക്യത്തിന്റെ ഉദാഹരണമാണിത്. ജാർഖണ്ഡിലെ ഒരു ട്രെയിൻ 2 മണിക്കൂർ കാത്തിരുന്നപ്പോൾ ഒരു ആന തന്റെ കുഞ്ഞിന് പ്രസവം നൽകി. പിന്നീട് ഇരുവരും സന്തോഷത്തോടെ നടന്നു നീങ്ങിയെന്നാണ് മന്ത്രി വീഡിയോ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.